ഏതൊരു കായിക താരത്തെയും വളർത്തിയെടുക്കുന്നത് അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും കോച്ചിൻ്റെയും ഒക്കെ വലിയ പരിശ്രമമാണ്. സാധാരണ ചെറുപ്രായത്തിൽ മക്കളെ കളിക്കളത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ഗ്യാലറിയിലിരുന്ന് ആ കളി ആസ്വദിക്കുന്നവരാണ് മിക്ക അച്ഛന്മാരും ഒപ്പം തന്നെ അമ്മമാരുമൊക്കെ എന്ന് പറയുന്നത്. അത്തരത്തിൽ കോഴിക്കോടുള്ള ഫുട്ബോൾ താരങ്ങളായിട്ടുള്ള കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനായി കളിക്കളത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന ഒരു പറ്റം അച്ഛന്മാരാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഈ ഫ്രെയിമിലുള്ളത്. ഈ അച്ഛന്മാർ പിന്നീട് ഫുട്ബോൾ പ്രേമികളായ ഈ അച്ഛന്മാർ മക്കളെ കളിക്കളത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക മാത്രമല്ല ചെയ്തത്, അതിനപ്പുറത്തേക്ക് അവർ ചെയ്തത് അച്ഛൻസ് FC എന്ന പേരിൽ തന്നെ ഒരു ഫുട്ബോൾ ക്ലബ്ബ് കൂടി രൂപീകരിച്ചു, അച്ചാസ് FC. ആ അച്ചാസ് FC ഫുട്ബോൾ ക്ലബിൻ്റെ അണിയറക്കാരാണ് ഇവരുള്ളത്. ഇതിൽ അച്ഛന്മാരുണ്ട്, അമ്മമാരുണ്ട്, കുട്ടികളുണ്ട്. എങ്കിലും കൂടുതൽ അച്ഛന്മാരായതുകൊണ്ടാണ് അച്ചാസ് FC എന്ന പേര് ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. ഇനി അമ്മാസ് FCയും വരുമായിരിക്കും. അതേക്കുറിച്ചൊക്കെ ഇവരാണ് വ്യക്തമാക്കേണ്ടത്. ഈ എന്തായാലും ലാലാണ് അതിൻ്റെ കൺവീനർ. ലാലേ, ഈ യഥാർത്ഥത്തിൽ നിങ്ങൾ ഒരു ആശയമുണ്ടല്ലോ, ഇങ്ങനെ സാധാരണ നമ്മൾ വർഷങ്ങളായിട്ട് ഇതുപോലെ മക്കളെ കൂട്ടിക്കൊണ്ടുവരുന്ന അച്ഛനായാലും അമ്മയായാലും കോച്ചൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി ഈ കൂട്ടിക്കൊണ്ടുവരുന്ന അച്ഛന്മാർക്കൊക്കെ ഒരു ക്ലബ്ബ് വേണം, ഒരു കൂട്ടായ്മ വേണമെന്ന് ചിന്തിച്ച ഒരു സാഹചര്യം ഏതായി? നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കളികൾ ആഗ്രഹിച്ച് വളർന്ന അച്ഛന്മാരാണ് ഒരു കാലത്ത്. പിന്നീട് അവർക്ക് ജോലിയും ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിലും വന്ന് ക്ലബ്ബുകളിൽ കളിക്കാൻ പറ്റാതായി. അപ്പോൾ അതിൽ ഇഷ്ടപ്പെട്ട മക്കൾ ഇന്ന് ഓരോരോ ക്ലബ്ബുകളിൽ പ്രാക്ടീസ് ചെയ്യാൻ വരുമ്പോൾ അങ്ങനെ ഒത്തുകൂടി ഇവർ ഇന്നത്തെ കാലത്ത് മൊബൈലും ലഹരിയുടെ ഒക്കെ പിന്നിൽ പോകുന്ന ആ കാലഘട്ടത്തിൽ നിന്ന് അവരെ ചിന്തകളെ വഴിമാറ്റാനും അവരെ കളിക്കളത്തിലേക്ക് നയിക്കാനും അതിലൂടെ വളർത്താനും നമ്മൾ ആഗ്രഹിച്ചു. അപ്പോൾ അവർക്ക് വേണ്ടത് പല പല ടൂർണമെൻറ്റിൽ കളിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ടൂർണമെൻറ്റുകൾ കുറവുള്ള ഈ നാട്ടിൽ ഇവർക്ക് ടൂർണമെൻറ്റ് സംഘടിപ്പിച്ച് ഇവരെ കളിക്കളത്തിലേക്ക് പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരുന്ന ഒരു ലക്ഷ്യത്തിൻ്റെ പിന്നാലെയാണ് ഈ കൂട്ടായ്മ വളർന്നത് തന്നെ. അങ്ങനെ ഓരോ രക്ഷിതാവും മക്കളെ കൊണ്ടുവന്ന് അവരെ ക്യാമ്പിലിട്ട സമയം ഒത്തുകൂടി ഇതിൻ്റെ ആശയം ഇങ്ങനെ പിറന്ന് ഇന്ന് അച്ചാസ് FC എന്ന് പറയുന്നൊരു ക്ലബിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് ശരിക്ക് തന്ത വൈബുള്ളവരല്ല, വൈബ് തന്തമാർ. ഒരു വല്ലാത്ത വൈബാണ് ഫുട്ബോളിനോടുള്ള ഒരു ആവേശം, ഒരു അഭിമാന നിമിഷത്തിലാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. ഈ ദിവസവും 2 ദിവസങ്ങളും നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. നമ്മൾ ആശിച്ച് ഫ്യൂച്ചർ കപ്പ് 1 നടത്തി. അതിൻ്റെ ഒരു വളരെ വലിയൊരു നേട്ടം, അതൊരു കണ്ടിന്യൂസ് വേണമെന്ന് പറഞ്ഞിട്ട് ഫ്യൂച്ചർ 2 പെട്ടെന്ന് ഒരു കൊല്ലം ആവും നമ്മൾ 1 നടത്തിയിട്ട്. പെട്ടെന്ന് തന്നെ അവർ 2 കാറ്റഗറി ഉൾപ്പെടുത്തി അത് ഗംഭീരമായിട്ടൊരു വിശാലമായിട്ട് നടത്താണ്. അതിൽ ഇപ്പോൾ മൊത്തം നേരത്തെ നടത്തിയത് 3 കാറ്റഗറിയാണ്. അപ്പോൾ അത് 2 ആഡ് ചെയ്ത് 5 കാറ്റഗറി. അത് എന്താ അതിൽ നമ്മൾ വിചാരിച്ച് ഗംഭീരമായിട്ട് ഒരു കൂട്ടായ്മയിൽ ഈ കളി ഇപ്പോൾ ഗംഭീരമായി നടത്തുകയാണ്. ഇത് സീസൺ 2 ആണ്. ഇതിന് നമ്മൾ കടപ്പാട് ഇതിനെ ഇമേജ് നമ്മളെ ഏറ്റെടുത്ത് ഇതിന് നമുക്ക് മുന്നോട്ട് വന്നപ്പോൾ തന്നെ നമ്മളൊരു സക്സസ്സിലെത്തി. പിന്നെ കുറേ ഇതിന് നമുക്ക് കുറേ നന്ദി കടപ്പാട് പറയാണ്ട് അതിന് ബന്ധപ്പെട്ട എല്ലാ നമുക്ക് പിന്നെ പറയാം. അതിനപ്പുറത്തേക്ക് ഈ അച്ചാസ് FC ഉണ്ടാവണമെങ്കിൽ ആദ്യം മക്കൾസ് FC വേണമല്ലോ. എങ്ങനെയുണ്ട് പിന്നെ ഈ ഇങ്ങനൊരു അച്ഛന്മാരുടെ ഒരു കൂട്ടായ്മ കണ്ടപ്പോൾ എന്ത് തോന്നി? ഫുട്ബോൾ താരങ്ങളല്ലേ നിങ്ങളൊക്കെ? നല്ല സന്തോഷം തോന്നി. എന്താ പേരെന്താ? അനശ്വർ. സന്തോഷം തോന്നി അല്ലേ? അച്ഛന്മാര് നമ്മളെക്കാളും കളിക്കുന്നുണ്ടോ? പക്ഷെ നമ്മളെ അച്ഛന്മാരെ വെല്ലുവല്ലേ? പിന്നെ നീ ഫുട്ബോൾ ടീമിൽ എന്താ ഏത് പാറ്റേണിൽ കളിക്കുന്നല്ല? ഡിഫൻഡറാണ്, പ്രതിരോധ നിരക്കാരനാണ്. എന്താ പേരെന്താ? അദ്വിക്. ഇനി നമുക്കറിയേണ്ടത് അച്ചാസ് FC വന്നു, ഇനിയിപ്പോൾ എന്താണ് അമ്മാസ് FC വരുമോ? ഞങ്ങൾ എൻ്റെ ആലോചനയിലാണ്. എപ്പോഴായിരിക്കും ഇവരെ നമുക്ക് വെല്ലുവിളിച്ചിട്ട് അടുത്ത തവണ ഇവിടെ ഫ്യൂച്ചർ കപ്പ് വരുന്ന സമയത്ത് അച്ചാസ് FC വേഴ്സസ് അമ്മാസ് FC ഉണ്ടാവോ? നോക്കാം. നിങ്ങളിപ്പോൾ തന്നെ ഒരു ടീം രൂപീകരിക്കാനുള്ള ആൾക്കാരുണ്ടല്ലേ? എന്താ നിങ്ങൾ സ്ത്രീകളൊരു ഈ കൂട്ടായ്മ എങ്ങനെയാണ് കാണുന്നത്? ഈ അച്ചാസ് FC വന്നു, ഇനി നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്താ വരുന്നത്? പറ. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഫുൾ സപ്പോർട്ടായിട്ടാണ് ഞങ്ങൾ ഇവിടെ കൂടെ കൂടിയത്. ഇതുപോലെ ഒരു കൂട്ടായ്മ വേറെ എവിടെ ഉണ്ടാവില്ല. കാരണം അച്ചാസ് FC അവർ നടത്തുന്നത് പോലെ വേറെ എവിടെയും കാണാനും പറ്റില്ല. അങ്ങനെ ഒരു പുതിയ രീതിയിൽ വന്നൊരു കൂട്ടായ്മയാണിത്. ഒരുപക്ഷെ നമ്മുടെ കായിക ലോകത്ത് തന്നെ അത്യപൂർവമായിരിക്കും എന്ന് പറയുന്നു അല്ലല്ലേ? കായിക ലോകത്ത് തന്നെ ഇങ്ങനെ അച്ഛന്മാരുടെ ഒരു കൂട്ടായ്മ. അതെ, ഈ ഒരു ടൂർണമെൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇതിൽ ഒരു ഇവൻ്റ് പാർട്ട്ണറോ പുറത്തുനിന്നുള്ള ഒരു സഹായമില്ല. ഇതിൻ്റെ ഫ്ലക്സ് ബോർഡ് അടിക്കുന്നത് മുതൽ എല്ലാ കാര്യത്തിലും കംപ്ലീറ്റ് അച്ഛന്മാരും അമ്മമാരും മാത്രമാണ് ഇതിൻ്റെ ഓർഗനൈസിങ്. ഇതിൽ കളിയുടെ ഡിസൈൻ ആയാലും ടൂർണമെൻറ്റിൻ്റെ പാറ്റേൺ ആയാലും സ്പോൺസർഷിപ്പുമാരെ പിടിക്കുന്നതായാലും അതാണ് ഈ അച്ഛന്മാരെ കൂട്ടായ്മ. മക്കൾക്ക് വേണ്ടി എല്ലാം ചെയ്യുക, അവർക്ക് വേണ്ടി എല്ലാം നടത്തി കൊടുക്കുക എന്നുള്ളതാണ്. ആ ഒരു ഉദ്ദേശമാണ് ഈ ഒരു ടൂർണമെൻറ്റിൻ്റെ അച്ചാസിൻ്റെ പ്രത്യേകത. അല്ലെങ്കിൽ എല്ലാ ടൂർണമെൻറ്റിലും പോലെ സ്പോൺസേഴ്സ് അത് ഓരോന്നും സെറ്റ് ചെയ്ത് കൊടുക്കും. ഇതിലെല്ലാം നമ്മൾ തന്നെ നമ്മുടെ ജോലിയിൽ നിന്ന് ലീവ് എടുത്ത് ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് ഗ്രൗണ്ട് വരച്ചത് പോലും ഇവിടുത്തെ അച്ഛന്മാരാണ്. അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത. തീർച്ചയായും ഇന്ന് ഇവിടെ വിജയികൾക്ക് വേണ്ടിയുള്ള ട്രോഫികളും കപ്പുകളും ഒക്കെ നിരത്തിയിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ടൂർണമെൻറ്റിൻ്റെ കപ്പ് അർഹിക്കുന്നത് ഇവിടുത്തെ ഈ രക്ഷിതാക്കൾ തന്നെയാണ്, ഈ അച്ഛന്മാർ തന്നെയാണ്. ഈ കപ്പ് ആര് നേടിയാലും ഇതിൻ്റെ യഥാർത്ഥ വിജയികളും കപ്പ് ജേതാക്കളും ഇവിടുത്തെ ഈ രക്ഷിതാക്കളാണ്. ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.